അതായത് ഇതൊരു ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമല്ല. ഓരോ ആര്യനാട് എന്താണ് ഇപ്പോൾ ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ എന്താണെന്നുള്ളത് DHSനോട് അന്വേഷിച്ചിരുന്നു. അവിടെ ആകെ 3 തസ്തികകളാണ് ക്രിയേറ്റഡ് ആയിട്ടുള്ളത്. 3 PSC പോസ്റ്റുകൾ, 2 NHM ഡോക്ടേഴ്സിന് LSDD ഒരു ഡോക്ടറെയുമാണ് വെച്ചത്. മെഡിക്കൽ ഓഫീസർ 1 മാസം ലീവെടുത്തു. NHMന്റെ ഡോക്ടർ 3 ദിവസം ലീവെടുത്തു. 2 പേർക്കും അവരുടെ ജെനുവിനായിട്ടുള്ള ആവശ്യങ്ങളാണ് എന്നുള്ളത് പറഞ്ഞു. ഡ്യൂട്ടിക്ക് വരേണ്ട ഡോക്ടർ തെന്നി വീണ് പരിക്ക് പറ്റി. അപ്പോൾ 3 ഡോക്ടേഴ്സ്, 2 പേര് ലീവിൽ പോയി, ഒരു ഡോക്ടർ ഇങ്ങനെ അപ്രതീക്ഷിതമായി ഉണ്ടായ തെന്നി വീണതിനെ തുടർന്ന് വരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. പിന്നെയുള്ളത് 3 ഡോക്ടറാണ്. അപ്പോൾ ഇന്നലെ ആര്യനാട് പ്രത്യേക ഒരു സാഹചര്യമാണ്. അപ്പോൾ ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്ന എന്താണ്, ഒരു ആശുപത്രി, ഒരു താലൂക്ക് ആശുപത്രിയിൽ മിനിമം സ്ട്രെങ്ത് 15 ഡോക്ടർമാരുണ്ടാകണം എന്നുള്ളതാണ്. ഇപ്പോൾ 15 ഡോക്ടർമാർ ഉള്ള ഒരു താലൂക്ക് ആശുപത്രി അല്ലെങ്കിൽ ഇപ്പോൾ CHCകളാണെങ്കിൽ അതിനൊരു മിനിമം സ്ട്രെങ്ത് ഉണ്ട്. അവിടെ 15 അല്ല, അതിലും താഴെയാണ്. അപ്പോൾ 8-9 ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒരു നൈറ്റിലൊരു ഡോക്ടർ ഉണ്ടാകും എന്നുള്ളതാണ്. അവരുടെ ഒരു ഷിഫ്റ്റ് ക്രമീകരിക്കുന്നതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ തസ്തികകളുള്ള ഇടങ്ങളിൽ ഡോക്ടേഴ്സ് നിയമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിയമിക്കപ്പെട്ടിട്ടുള്ള ഡോക്ടേഴ്സ് ഡ്യൂട്ടിക്ക് പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും വകുപ്പ് തലത്തിലുള്ള നടപടികൾ എടുക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുന്നത് പോലെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേഷ്യന്റ് ഡോക്ടർ അനുപാതം, അതുപോലെ നഴ്സ് ഡോക്ടർ പേഷ്യന്റ് അനുപാതം, അല്ലെങ്കിൽ പേഷ്യന്റ് ആരോഗ്യ ഹെൽത്ത് വർക്കർ അനുപാതം ഏറ്റവും ബെസ്റ്റ് പൊസിഷനിലുള്ളത് കേരളമാണ്. ഇന്നലെ വേൾഡ് ബാങ്കിന്റെയുമായിട്ടൊരു ചർച്ചയുണ്ടായിരുന്നു. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഡിസ്കഷൻ പോയിന്റ് ഇതായിരുന്നു. ഏറ്റവും ടോപ്പിൽ കേരളമാണ്. കേരളത്തിന്റെ അടുത്ത് ഒരു സംസ്ഥാനവും ഇല്ല. ഇത് ബീഹാറൊക്കെ വളരെ താഴെ. നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യേണ്ട സാധ്യതയില്ല. കാരണം കേരളം ആരോഗ്യ സൂചകങ്ങളിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുന്നതിനാണ്. ഞാൻ താലൂക്ക് തല ആശുപത്രികൾ സന്ദർശിച്ചു. താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രികളൊക്കെ സന്ദർശിച്ചപ്പോൾ പലയിടത്തും ബോർഡ് മാറ്റിവെച്ച ആശുപത്രികളുണ്ട്. ആരോഗ്യ കേന്ദ്രങ്ങളുടെ ബോർഡ് മാറ്റിവെച്ചു. അത് ഓരോ കാലഘട്ടങ്ങളിൽ മാറ്റിവെച്ചു. പക്ഷെ അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഇടങ്ങളിൽ ഡോക്ടേഴ്സിന്റെ തസ്തികകൾ സൃഷ്ടിക്കുന്നത് പ്രധാനപ്പെട്ടതാണ്. തൊട്ടടുത്ത് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് 270ഓളം തസ്തികകൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ സൃഷ്ടിച്ചത്. മെഡിക്കൽ കോളേജുകളുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇത്രയും ഡോക്ടേഴ്സിന്റെ പോസ്റ്റ് ഒന്നിച്ച് സൃഷ്ടിച്ചത്. ആർദ്രത്തിന്റെ ഭാഗമായിട്ട് ഈ 7.5 വർഷക്കാലം ആരോഗ്യ മേഖലയിൽ മാത്രം സൃഷ്ടിച്ചത് ആയിരക്കണക്കിന് തസ്തികകളാണ്. ആ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത തസ്തികകളിലും അതുകൂടാതെ റിട്ടയർമെന്റ് വഴിയും അല്ലാതെയൊക്കെ ഉണ്ടായിട്ടുള്ള വേക്കൻസികളിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 1-2 മാസമായിട്ട് 1400ഓളം പേരെ പുതുതായിട്ട് നിയമിക്കുകയും ചെയ്തു PS വഴിയായി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയാണ് ഈ ഒരു ആവശ്യം ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും കൂടുതലായിട്ട് ആളുകൾ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തുന്നത് കൊണ്ടാണ്, ആശുപത്രികളിൽ എത്തുന്നത് കൊണ്ടാണ്. അപ്പോൾ ആശുപത്രികളുടെ ജനങ്ങളുടെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശുപത്രിയിൽ തസ്തിക ഉണ്ട്, ഡോക്ടറെ നിയമിച്ചിട്ടുണ്ട്. അവരുടെ ഡ്യൂട്ടിയിൽ രാത്രി ആളില്ല എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് കഴിയും. അതാണ് ഒന്നാമത്തെ കാര്യം. 2, അല്ലാതെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പല ആശുപത്രികളിലും ബോർഡ് മാത്രം മാറ്റിവെച്ചു. താലൂക്ക് ആശുപത്രിയിൽ ബോർഡുണ്ട്, പക്ഷെ തസ്തിക 7. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ പലയിടത്തുമുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. അപ്പം അങ്ങനെയുള്ളിടത്ത് തസ്തിക സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ട്. അല്ലാതെ അതൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് കാണണം. ഏറ്റവും നല്ല നിലയിൽ ഡോക്ടേഴ്സും അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരും നഴ്സസും ഉള്ള സംസ്ഥാനം കേരളമാണ്. ഇനി ഇതൊന്നും കൂടാതെ മറ്റൊരു കാര്യം കൂടി വകുപ്പ് ചെയ്യുന്നുണ്ട്. ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ പൊതുവിൽ പരിശോധിക്കുന്നതിന് അതിന്റെ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിരുന്നു. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്.